ഹായ് കൂട്ടുകാരെ, ഇന്നൊരു നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നത്. നമ്മുടെ റീജയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയൊരു ഉത്സവത്തിൻ്റെ പരിപാടിയാണ്. അതായത് ദേവനൃത്തവും അയ്യപ്പൻ വിളക്കൊക്കെ ആയിട്ട് സൂപ്പർ പരിപാടിയാണ്. മനോഹരമായൊരു പരിപാടിയാണ്. മനോഹരമായ കാഴ്ച നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണുക, അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻസ് എല്ലാം നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിലൂടെ നമ്മളെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ കുടുംബക്ഷേത്രമാണ്. ഇവിടെ ഒരു കൊന്നനാട്ട് ഗണപതി ക്ഷേത്രമുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഈ പരിപാടി. അപ്പോൾ ശരിക്കും ഇവരുടെ ഉത്സവമല്ല, ഇവരുടെ ഉത്സവങ്ങളൊക്കെ ഗംഭീരമാണ്. നമുക്കൊക്കെ അത് ഉത്സവത്തിൻ്റെ സമയത്ത് ഞാൻ എന്തായാലും നല്ലൊരു വീഡിയോ ചെയ്യാം. നല്ല ഗാനമേളയും നമ്മുടെ V4U ഒക്കെ, കാലിക്കറ്റ് V4U ഒക്കെ പ്രഗത്ഭരാകുന്നതിന് മുന്നേ ഇവിടെ വന്നിട്ട് പരിപാടിയൊക്കെ അവതരിപ്പിച്ചിട്ട് പോയതാണ്. ഇവരുടെ ഉത്സവത്തിന് മിമിക്രിയും അതുപോലെ തന്നെ അവർ ഫേമസ് ആയതിന് ശേഷം ഇവിടെ വന്നിട്ട് പ്രോഗ്രാമൊക്കെ ചെയ്തു പോയിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ നമുക്ക് പിന്നീട് ഇടാം കേട്ടോ. ഇത് 3 ആനയൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇവരുടെ വീട്ടിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മാറി കാരപ്പറമ്പ് നെല്ലിക്കാവ് ഭഗവതി ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലെ വരവും എഴുന്നള്ളത്തും ഇവിടെയാണ് വരാറ്. ഇവിടെ വന്ന് അവരുടെ പരിപാടി കഴിഞ്ഞിട്ടാണ് അവർ നേരെ വരവെല്ലാം ഇവിടെ വന്ന് കഴിഞ്ഞ് അവർ നേരെ അവരുടെ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ നിന്നാണ് ഉത്സവം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരവ് ഇവിടെ വരാറാണ് പതിവ്. നെല്ലിക്കാവ് നിന്ന് നേരെ നമ്മുടെ കൊന്നനാട്ടിലേക്ക് വരും. കൊന്നനാട്ടിൽ വന്നിട്ട് ഇവിടുന്ന് അവരുടെ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു പോകും. അപ്പോൾ അവർ ഇവിടെ ഈ പ്രാവശ്യം വന്നപ്പോൾ ഉള്ള വീഡിയോ ആണ് എടുത്തത് കേട്ടോ. 3 ആനകളൊക്കെ ഉണ്ടായ ഗംഭീര പരിപാടിയാണ്. നല്ല താലപ്പൊലിയും പിന്നെ ഒപ്പം ഞാൻ പറഞ്ഞല്ലോ ദേവനൃത്തമൊക്കെ ആയിട്ട് അതിമനോഹരമായ കാഴ്ചയാണ്. നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഈ അയ്യപ്പനും വാവനും തമ്മിലുള്ള വെട്ടും തടയും എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. ഈ മലബാർ ഭാഗത്തേക്കൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ട്. ഇനി മലബാർ എന്ന് പറയുന്നില്ല, കോഴിക്കോട് ഭാഗത്തേക്കാണ് ഞാനധികം കണ്ടത്. അപ്പോൾ കോഴിക്കോട് ഭാഗത്തൊക്കെ ഈ പരിപാടി, ഈ അയ്യപ്പൻ വിളക്കിനോടനുബന്ധിച്ച് ഈ പരിപാടി ഉണ്ടാവാറുണ്ട്, സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ട്. അയ്യപ്പനും വാവരും തമ്മിലുണ്ടായിരുന്ന യുദ്ധത്തിൻ്റെ ഒരു ചെറിയൊരു വേർഷൻ ഇവിടെ കാണിക്കുന്നു എന്ന് മാത്രം. നല്ല പരിപാടിയാണ്, കണ്ടിരിക്കാൻ നല്ല രസമാണ്. അവരുടെ ഒപ്പം അവരുടെ ആ നൃത്തച്ചുവടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ്. നല്ല ഭംഗിയുള്ളൊരു പരിപാടിയാണ്. നിങ്ങളുടെയൊക്കെ ഭാഗത്തേക്ക്, അതായത് കോഴിക്കോട് വിട്ടാൽ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല അടിപൊളി പരിപാടിയാണ്, കണ്ടിരിക്കാൻ നല്ല രസമാണ്. അവർ നമ്മുടെ ഈ വാദ്യമേളക്കാർക്കൊപ്പം അവർ നൃത്തം ചെയ്ത് വെട്ടുന്നട, അതായത് യുദ്ധം ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. നല്ല ഭംഗിയുള്ള പരിപാടിയാണ് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും കോഴിക്കോട് വരികയാണെങ്കിൽ വിളക്കിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കണം കേട്ടോ. ഈ മേളം മുറുകുന്നതിനൊപ്പം കലാകാരന്മാർ അതിഗംഭീരമായിട്ടാണ് ചുവടുകൾ വെക്കുന്നത്. നിങ്ങൾ കാണുന്നില്ലേ, നല്ല ഉഷാറ് പരിപാടിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നേരിട്ട് കാണാത്തവരുണ്ടെങ്കിൽ കേട്ടോ, അവരോടാണ് പറയുന്നത്, എന്തെങ്കിലും നേരിട്ട് കാണാൻ അവസരം ഉണ്ടായാൽ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. അടിപൊളി പരിപാടിയാണ്.
ഇപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ കർപ്പൂരാരാധനയാണ്. ഒപ്പം തന്നെ അവരുടെ എഴുന്നള്ളത്തിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ അവർ ശരണവിളിയൊക്കെ ആയിട്ട് നമുക്കൊരു പ്രത്യേക വൈബ് തന്നെയാണ്. അവിടെ ഇരിക്കുമ്പോൾ 3 ആനയൊക്കെയാണ് വന്നത്. ഗംഭീര പരിപാടി തന്നെയായിരുന്നു കേട്ടോ. ക്ലാസ് പരിപാടിയായിരുന്നു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും അറിയിക്കണം കേട്ടോ. പാലക്കൊമ്പിൻ്റെ പരിപാടിയാണ്. പാലക്കൊമ്പ് എന്നുള്ളതില്ലേ, അതിൻ്റെ പരിപാടിയാണ്. പാലക്കൊമ്പാണ് അവരുടെ കയ്യിലുള്ളത്. സ്വാമിമാരെല്ലാവരും കൂടെ ചേർന്ന് ഇതാണ് നമ്മൾ പറഞ്ഞ ഈ പരിപാടിയുടെ ഹൈലൈറ്റ്, ദേവനൃത്തം. കലാകാരന്മാർ ശിവൻ, മുരുകൻ, ദേവി, ഗണപതി എന്നിവരുടെയൊക്കെ വേഷങ്ങളിട്ട് നൃത്തം ചെയ്യുന്ന പരിപാടിയാണ്. നല്ല മനോഹരമായ പരിപാടിയാട്ടോ. എന്ത് ഭംഗിയാണെന്നറിയോ കാണാനൊക്കെ. അവരും ഇതുപോലെ തന്നെ അവരെ ഈ മേളക്കാരുടെ കൂടെ അവർ ഡാൻസ് കളിക്കുന്നതൊക്കെ ഗംഭീര പരിപാടിയാണ്. കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. മനോഹരമായ കാഴ്ചയാണ്. നിങ്ങൾ കാണൂ കേട്ടോ, കണ്ട് ആസ്വദിക്കൂ കേട്ടോ. അപ്പോൾ അവർ പരിപാടിയൊക്കെ കഴിഞ്ഞു. അതായത് നമ്മുടെ ക്ഷേത്രത്തിൽ വൈകുന്നേരം ഒരു 5:30 മണിക്കോ മറ്റോ ആണ് അവരിവിടെ എത്തിയത്. ഇപ്പോൾ ഒരു 7-7:30 സമയം, 2-2.5 മണിക്കൂറോളം അവരിവിടെ നമ്മുടെ അമ്പലത്തിൽ അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ തിരിച്ചു പോവുകയാണ്. നിങ്ങൾ കണ്ടില്ലേ, നല്ല മനോഹരമായ കാഴ്ചയല്ലേ. ഈ ദേവനൃത്തത്തിൻ്റെ ആ ശില്പത്തിൻ്റെ ഒപ്പം ലൈറ്റൊക്കെ വെച്ച് പിടിപ്പിച്ച് ഭയങ്കര മനോഹരമായ കാഴ്ചയാണ്. നമ്മുടെ ഫോണിൻ്റെ ഒരു ക്ലാരിറ്റിയുടെ കുറവുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അത്രയ്ക്ക് നമ്മൾ നേരിട്ട് കാണുന്ന അത്ര എന്തായാലും ഭംഗി ഉണ്ടാവില്ലല്ലോ. പക്ഷേ എന്നിട്ട് തന്നെ ഈ ഫോണിൽ തന്നെ കാണുമ്പോൾ എന്തൊരു ഭംഗിയല്ലേ. നല്ല പരിപാടിയായിരുന്നു. ഈ പരിപാടിയൊക്കെ പുറമേ ഉണ്ട് തോന്നുന്നു, ഈ ദേവനൃത്തത്തിൻ്റെ പരിപാടി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പുറമേ നിന്ന് കണ്ടിട്ടുണ്ട്. മലയ്ക്കൊക്കെ പോകുമ്പോൾ ചില സ്ഥലത്ത് വിളക്ക് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ബ്ലോക്കാക്കി നിൽക്കുമ്പോൾ ഇത്തരം പരിപാടി ഇങ്ങനെ ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട്. നല്ല ഗംഭീര പരിപാടിയല്ലേ, നല്ല രസമുള്ള പരിപാടിയാണ്. നല്ല വിഷ്വൽസാണ് അവരുടെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ പരിപാടിയെല്ലാം ആസ്വദിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നല്ല നല്ല നിർദ്ദേശങ്ങളൊക്കെ നമ്മളെ എഴുതി അറിയിക്കുക. നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ നമ്മളെ എഴുതി അറിയിക്കണം കേട്ടോ. ഇപ്പോൾ താലപ്പൊലി ഒക്കെ തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ശരി കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ആസ്വദിച്ചു എന്ന് കരുതുന്നു കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ എന്തായാലും പറയണേ. ഓക്കെ, ബൈ ബൈ. തിരുനെല്ലിക്ക ഫാമിലി കേട്ടോ.